നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിൽ. പഴയ കുപ്പികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന കർണാടക സ്വദേശിയാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. സജു ദേവസ്യുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരാളെയാണ് നിലവിൽ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ്. ഇയാളാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഈ മേഖല സ്മൃതി കുടീരങ്ങൾ ഉള്ള ഭാഗത്ത് CCTV ഇല്ല. പക്ഷേ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ CCTVകളുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് സംശയകരമായി കണ്ടെത്തിയ ഇയാളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ കർണാടക സ്വദേശിയാണ്. വളരെ നാളുകളായും കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് പഴയ കുപ്പികൾ, ഉപേക്ഷിക്കപ്പെട്ട പഴയ കുപ്പികൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നയാളാണ്. ഇതിലേക്ക് എത്തിയ ഇയാളാകാം പ്രതി എന്ന ഒരു സംശയത്തിലേക്ക് എത്താനുള്ള മറ്റൊരു കാരണം, ഈ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത് പഴകിയ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രാഥമികമായ നിഗമനം. പക്ഷേ അന്തിമ ലാബ് ടെസ്റ്റ് റിസൾട്ട് വരാനിരിക്കുന്നുണ്ട്. അതിലേക്ക് എത്തിയിട്ടില്ല. അതുകൂടി ലഭിച്ചാൽ എന്താണ് ആ ലായനി എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഇപ്പോഴത്തെ ഒരു സംശയം എന്നത് അത് പഴകിയ സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. അതാണ് ആ നിലയ്ക്ക് ഈ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത്, വികൃതമാക്കാനായി ഒഴിച്ചത് എന്നാണ്. അതായത് ശേഖരിച്ച കുപ്പികളിൽ ഉണ്ടായിരുന്ന ഒരു കുപ്പിയിലെ പഴയ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഒഴിച്ചത് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതുകൂടി സംശയം ബലപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മറ്റെന്തെങ്കിലും, അതായത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, കലാപശ്രമം, അത്തരം സാധ്യതകൾ കൂടിയും പോലീസ് യഥാർത്ഥത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയിരുന്നു. അതും പൂർണ്ണമായും, അത്തരം സാധ്യതകളും പൂർണ്ണമായും പോലീസ് ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. അത്തരം പരിശോധനകൾ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇയാളാകാം എന്നൊരു സംശയത്തെ തുടർന്നാണ് അവിടെ സംശയകരമായ രൂപത്തിൽ ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് ഈ കൃത്യം നടന്നുവെന്ന് കരുതപ്പെടുന്ന സമയത്ത് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ മേഖലയിലെ വിവിധ CCTVകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒഴിച്ചു, അതായത് ഈ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചു എന്ന് കരുതുന്ന 4 പ്രധാനപ്പെട്ട CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിലാണ് ഈ ലായനി ഒഴിച്ചിരിക്കുന്നത്. മറ്റ് നിരവധി സ്മൃതി കുടീരങ്ങളുണ്ടെങ്കിലും അവയിലൊന്നും ഇത് ഒഴിച്ചിട്ടില്ല. അതായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഇത് വലിയ തോതിൽ ആസൂത്രിതമായിരിക്കാം എന്ന സംശയത്തിലേക്കൊക്കെ നയിച്ചത്. അത്തരം സാധ്യതകൾ ഏതായാലും പോലീസ് ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് കൂടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ACP സിബി ടോമും സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തി. ഇയാൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായ കസ്റ്റഡി എന്ന വിവരം മാത്രമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. വിവിധങ്ങളായ പരിശോധന ആവശ്യമായി വരും എന്നും കൂടി പറയുന്നു. അത് ഇത്തരം ഒരു സാധ്യത കൂടി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ആക്രി ശേഖരിക്കുന്ന അല്ലെങ്കിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഇത്തരം ഒരു അക്രമം നടത്തിയിരിക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് കർണാടക സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ CCTV ദൃശ്യങ്ങൾ കൂടുതൽ ഒത്തുനോക്കുകയും ഒപ്പം ഇതിൽ ഒഴിച്ചത് എന്താണ് എന്ന ലാബ് റിസൾട്ട് കൂടി വരണം. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയിലേക്കും സ്ഥിരീകരണത്തിലേക്കും പോവുകയുള്ളൂ. പോലീസ് ഏതായാലും തിരക്കിട്ടൊരു അറസ്റ്റിലേക്ക് പോവുകയില്ല. വിശദമായ പരിശോധനകൾ തുടരും. അതിനുശേഷം മാത്രമേ മറ്റു നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ് എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന ഒരു വിവരം. പക്ഷേ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്നത് തുടരുകയുമാണ്. ശരി സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന സൂചന കൂടി ഇന്ന് പുറത്തു വന്നു. അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. നൂറനാട് സ്വദേശിനി അനുജ, ചാരുമുട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകർക്കൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നോ 2 പേരുടെയും വീട്ടുകാർക്കറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഹാഷിമിന്റെ പിതാവ് ഹക്കിമിന്റെ പ്രതികരണം. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യം എല്ലാവർക്കും. ആർക്ക് എവിടെ ആപത്ത് ഉടവുണ്ടല്ലേ അവരെ സഹായിക്കാനായിട്ട് മുൻപന്തി ചാടിയും പോകും. ഒന്നും അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. അനുജയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അതിനെ അവിടുന്ന് ടൂറിന് കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ടൂറിന് പോയിട്ട് വരുന്ന വഴിക്ക് അതിനെ പിടിച്ചിറക്കി മറ്റു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നു എന്നാണ് ദൃക്സാക്ഷിയായ ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മാരൂരിന്റെ പ്രതികരണം. അമിത വേഗതയിൽ വന്ന ഈ കാറ് ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപം വെച്ച് 2 ട്രിപ്പ് കേപ്പ് റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ഇതിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരെയോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് കാല് വെളിയിൽ വന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ
സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശത്തൊക്കെ നിരന്തരം ഇങ്ങനെ കള്ളു കുടിച്ചിട്ടൊക്കെ രാത്രിയിലുള്ള ആളുകൾ നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ സത്യത്തിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോയില്ല. പോലീസിനെ ഇൻഫോം ചെയ്താലും അവർ സ്റ്റേഷൻ്റെ ദൂരപരിധി വെച്ച് കേപ്പ് റോഡിൽ അവർക്ക് എത്താൻ കഴിയില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ബന്ധുക്കൾ നൽകുന്ന വിവരം, ദൃക്സാക്ഷി നൽകുന്ന വിവരം, പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നുണ്ടോ ശ്രീജിത്ത്? ദുരൂഹത എന്ന ആ ഒരു പദം ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ദുരൂഹതയല്ല, കൃത്യമായ ദൃക്സാക്ഷി മൊഴിയുണ്ട്. ശങ്കർ മാരൂര് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ഇത് നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മൊഴി പോലീസിന് രാവിലെ വന്ന് നൽകുകയും ചെയ്തു. അതായത് കെ.പി. റോഡിൽ ഒരു 10 മണിയോടുകൂടി അവർ എത്തുന്ന സമയത്ത് പട്ടാഴിമുക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ ഇത്തരത്തിലൊരു മൽപ്പിടുത്തം നടന്നതായി അവർ സംശയിക്കുന്നു. ഈ വാഹനം അമിത വേഗതയിൽ പോകുന്നു. വാഹനം പലപ്പോഴും റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച അവർ കണ്ടു. അതിനുശേഷം ആണ് ഈ മുൻവശത്തെ ഡോർ തുറന്ന് ഒരു കാൽ മാത്രം പുറത്തേക്ക് പോകുന്നത്. അതായത് ഈ മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണം ഒരുപക്ഷെ ഈ അനുജ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചായിരിക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ വരുത്തുന്നില്ല. പോലീസ് ഈ 2 മൃതദേഹങ്ങളും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും ഈ ദൃക്സാക്ഷി മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. എന്താണ് ഈ അനുജ കൂടെ ഇറങ്ങി വന്നു, ഹാഷിമിൻ്റെ കൂടെ ഇറങ്ങി വന്നു, തൻ്റെ ബന്ധുവാണ്, വിഷ്ണുവാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം കാറിൽ കയറിപ്പോയി. ഈ കയറിപ്പോകുന്ന സമയം വരെ കുഴപ്പമില്ലാതിരുന്ന ആൾക്ക് എന്താണ് പെട്ടെന്ന് പിന്നീട് വിളിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമത്തോടു കൂടി അല്ലെങ്കിൽ കരഞ്ഞതുപോലെയൊക്കെ സംസാരിച്ചിരുന്നതെന്ന് ഒരു അവ്യക്തത ഉണ്ട്. അപ്പോൾ ഈ കാറിൽ കയറിയ സമയത്ത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഇതിനകം തന്നെ സംശയിക്കുന്നുണ്ട്. എന്തായാലും അനുജ ഭർത്തൃമതിയാണ്. എങ്ങനെയാണ് ഇയാളുമായി ഒരു സൗഹൃദത്തിലായത് അല്ലെങ്കിൽ അടുപ്പത്തിലായത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത പോലീസിന് വരുത്തേണ്ടിയിരിക്കുന്നു. പോലീസ് ഇരുവരുടെയും CDR അടക്കം പരിശോധിച്ചു വരികയാണ്. ഇരുവർക്കുമിടയിലും ഏതെങ്കിലും ഒരു പൊതു സുഹൃത്തുണ്ടോ, ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതുവരെ ഒരു പക്ഷേ അങ്ങനെ ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ദുരൂഹത ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. ഇത് ഈ ഹാഷിം മനഃപൂർവ്വം തന്നെ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ആ ലോറി ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ശരി, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ രംഗത്ത് പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുള്ള ആദായ നികുതി വകുപ്പിന്റെ നീക്കമാണ്. കോൺഗ്രസിന് പിന്നാലെ CPIM-നും CPI-ക്കും തൃണമൂൽ കോൺഗ്രസ് നേതാവിനും നോട്ടീസ് അയച്ചിരിക്കുന്നു ആദായ നികുതി വകുപ്പ്. CPIM-ന് 15.59 കോടി രൂപയും CPI-ക്ക് 11 കോടി രൂപയും പിഴ ചുമത്തിയാണ് നോട്ടീസ്. ആദായ നികുതി വകുപ്പിന്റെ പുനർനിർണയത്തിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. BJP-യിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 4600 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നും ആദായ നികുതി നിയമങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളും BJP ലംഘിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. कि 2017-18 के अंदर बीजेपी ने 1297 लोगों के डोनेशन जिन्होंने दिए हैं उनका कोई एड्रेस, उनका कोई पता नहीं दिया, सिर्फ नाम लिखा और छोड़ दिया, उसका कोई पता नहीं दिया। पता इसके अंदर नाम और पता दोनों देना। और कुल कितनी राशि? 42 करोड़ रुपए की राशि। 42 करोड़ के लोग की राशि के बारे में कोई अता पता नहीं है कि वो आदमी जो है कहां रहता है, क्या पाकिस्तान में रहता है, क्या किस जगह पे हमारे देश में रहता है, उसका एड्रेस क्या है, और ये क्लियर वायलेशन है। BJP-യുടേത് അന്ധമായ രാഷ്ട്രീയ വിരോധവും വേട്ടയാടലുമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട്. CPI-ക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ ചിരിയോടെ മാത്രമേ കാണാൻ കഴിയൂവെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന്റെ ഭീതിയാണ് കേന്ദ്ര സർക്കാരിനെന്നും രാഷ്ട്രീയ പോരാട്ടത്തിൽ മറുപടി രാഷ്ട്രീയമായിട്ടാണ് പറയേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അന്ധമായ രാഷ്ട്രീയ വിരോധം, അതിൻ്റെ ഫലമായ വേട്ടയാടൽ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. ഏതോ ചെറിയൊരു കാരണം പറഞ്ഞുകൊണ്ട് CPI-ക്ക് നോട്ടീസ് അയച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പിഴ പറയുന്നത് 11 കോടിയാണ്. ആരും ചിരിക്കും. CPI-യുടെ നിക്ഷേപം ചിലപ്പോൾ അത്ര കാണും, മൊത്തം നിക്ഷേപം. അത്രയും പൈസ പിഴ അടക്കാൻ പറയുന്നൊരു BJP ഗവൺമെൻറ്റിനെ പറ്റി ചിരിക്കാനേ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ നമുക്ക് 2 വഴിക്ക് നേരിടാം. ഒന്ന് രാഷ്ട്രീയ വഴിക്ക്, അത് ചെയ്യും CPI. 2 നിയമത്തിൻ്റെ വഴിക്ക്, ആ വഴിയും CPI ആരായും.
ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ PCCകൾക്ക് നിർദ്ദേശം നൽകി. ലോക്സഭാ മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പ്രതിഷേധത്തിന് സ്ഥാനാർത്ഥികൾ നേതൃത്വം നൽകും. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന നടപടി അതാണല്ലോ ചോദ്യം ചെയ്യപ്പെടുന്നതും നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെ ഇപ്പോൾ എത്തിക്കുന്നതുമൊക്കെ. എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കടക്കുന്നതിനിടയിൽ അവരെ സമ്മർദ്ദത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് ആദായ നികുതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 2016-17 വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചതിലാണ് പിഴവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPIM-ന് 15.59 കോടി രൂപ പിഴ ചുമത്തിയത്. ഒരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് CPM-ന് കനത്ത പിഴ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. CPI-ക്കാണെങ്കിൽ 11 കോടി രൂപ. അത് 2014 മുതൽ 18 വരെയുള്ള കാലയളവിൽ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉത്തർപ്രദേശ്, അതോടൊപ്പം ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിൽ CPI-ക്കും പിഴ ചുമത്തിയിരിക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ 1823 കോടി രൂപ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, സീതാറാം കേസരി അധ്യക്ഷനായിരിക്കുന്ന കാലത്തിലടക്കമുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഇന്ന് കോൺഗ്രസ് അതിലൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ 1823 കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ 692 കോടി പലിശ മാത്രം അടക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ CPI-യും CPIM-ഉം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട കോൺഗ്രസ് ഇപ്പോൾ ഒരു സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോടതി അവധിക്ക് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കും. അതിൽ മറ്റൊരു കാര്യം, BJP ആണെങ്കിൽ ഇതിൽ 4600 കോടി രൂപ അടക്കേണ്ടതുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ നടപടി സ്വീകരിക്കുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. നാളെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനും ആഹ്വാനമുണ്ട്. മാഹിയിലെ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുത്ത് പോലീസ്. CPIM മാഹി ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ കലാപ ആഹ്വാനത്തിനാണ് കേസ്. കോഴിക്കോട്ടെ NDA കൺവെൻഷനിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. അരുൺ പൂപ്പറമ്പയുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട്. അരുൺ, അങ്ങനെ കേസ് വന്നിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന NDA കൺവെൻഷനിലാണ് PC ജോർജിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള ഈ പരാമർശം ഈ പ്രസംഗത്തിനിടയിൽ ഉണ്ടായത്. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മാഹിയിലെ ജനങ്ങളെ സംബന്ധിച്ച് ചില വിവാദമായ ഒരു മോശം പരാമർശമാണ് ഉണ്ടായിരുന്നത്. മാഹി പണ്ടൊരു വേശ്യ കേന്ദ്രമായിരുന്നു. അവിടെ രാത്രികാലങ്ങളിൽ മനുഷ്യർക്ക് നടക്കാൻ പോലും കഴിയാത്തത്ര മോശപ്പെട്ടൊരു നാടായിരുന്നു എന്ന തരത്തിലായിരുന്നു PC ജോർജിന്റെ പ്രസംഗത്തിലെ പരാമർശം ഉണ്ടായത്. അതിൽ ആ ഘട്ടത്തിൽ തന്നെ ചില പരാതികൾ പോലീസിൽ നൽകിയിരുന്നു. മാഹി പോലീസ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസും രജിസ്റ്റർ ചെയ്തതാണ്. അതിനുശേഷമാണ് അതിൽ വനിതാ കമ്മീഷന്റെ ഉൾപ്പെടെ ഇടപെടലുണ്ടായത്. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രസംഗം എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ MSF നേതാവിന്റെ പരാതിയിൽ വനിതാ കമ്മീഷൻ ഇടപെടുകയും കസബ പോലീസിനോട് അതിൽ റിപ്പോർട്ട് തേടുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് CPM-ന്റെ മാഹി ലോക്കൽ സെക്രട്ടറി കസബ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രസംഗം നടന്ന പരിധി കസബ പോലീസ് സ്റ്റേഷനാണ് വരിക, അവിടെ പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ PC ജോർജിനെതിരെ കസബ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ മാഹി പോലീസും കേസെടുത്തിരുന്നു. ഇപ്പോൾ ഈ പ്രസംഗം നടന്ന പരിധിയിലുള്ള കസബ പോലീസും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും വന്യജീവി ആക്രമണത്തിന്റെ വാർത്ത വരുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിൽ തൃശൂർ മലക്കപ്പാറ ആനക്കയത്ത് കാട്ടാന വാഹനം ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നു. തമിഴ്നാട് സ്വദേശികളുടെ കാറാണ് കാട്ടാന ആക്രമിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്ന് 2 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറ് മലക്കപ്പാറയിൽ വെച്ച് കാട്ടാന ആക്രമിക്കുന്നത്. കാറിന് നേരെ പാഞ്ഞെടുക്കുന്ന കാട്ടാന ഈ കാറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ കുത്തി തകർക്കുകയായിരുന്നു. പിന്നാലെ 10 മിനിറ്റ് നേരം ഈ കാറ് തടഞ്ഞിട്ടു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നവരും. പിന്നീട് ഈ 10 മിനിറ്റിന് ശേഷമാണ് ഈ കാട്ടാനയും ഒപ്പം ഉണ്ടായിരുന്ന ഈ കാട്ടാനക്കുട്ടി അടക്കം ഈ റോഡിൽ നിന്ന് മാറുന്നത്. ഇതിനുശേഷമാണ് ഇവർക്ക് യാത്ര ചെയ്യാനായത്. കാറിന് വേറെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ കാറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. എന്തായാലും ഇവർ പറയുന്നത് ഈ തിരക്കേറിയ സമയത്ത് ഈ മേഖലയിൽ, അതായത് മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിൽ ഉൾപ്പെടെ ഈ ഫോറസ്റ്റിന്റെ പരിശോധന ഉൾപ്പെടെ ശക്തമാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. കാരണം കഴിഞ്ഞ തുടർച്ചയായി ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമല്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തിപ്പെടുത്തണം എന്നൊരു ആവശ്യമാണ് പ്രദേശത്ത് ഉയരുന്നത്. ഉന്മേഷ്.
സൂരജ്, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. കാട്ടാനയുടെ ഒപ്പം മറ്റൊരു കുട്ടിയാന കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാറിന് നേരെ പാഞ്ഞെടുക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിൽ നിന്നത് വ്യക്തമാണ്. അടിക്കടി ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നൊരു മേഖല കൂടിയാണല്ലോ ഇത്, സൂരജ്. ഉന്മേഷ്, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയും അതുപോലെ തന്നെ കാട്ടാനക്കുട്ടിയും ഈ കാറിനോട് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് മറ്റ് കാട്ടാനകളും ഈ കാടിനോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതൊരു പ്രത്യേകിച്ച് ഏറെ വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിക്കൊണ്ട് ഈ കാറിന് നേരെ അക്രമം വിതയ്ക്കുന്നത്. ആ സമയത്ത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നാലെ ഈ കാട്ടാന ഈ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. ഈ ഗ്ലാസിൽ കൊമ്പുകൊണ്ട് അമർത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ കാറിന്റെ ഗ്ലാസ് അടക്കം തകരുന്നത്. ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നവർ എല്ലാം തന്നെ വലിയ രീതിയിൽ ഭയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. തമിഴ്നാട് സ്വദേശികളായിരുന്നു. പക്ഷേ ഇവർ ആ കാറ് പുറകോട്ടെടുക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചില്ല. കുറച്ചു നേരത്തിന് ശേഷം ഈ കാട്ടാനക്കൂട്ടം, അതായത് ഈ 2 കാട്ടാനകളായിരുന്നു, അതായത് സമീപത്ത് വേറെയും കാട്ടാനകൾ ഉണ്ടായിരുന്നു, അവരെ ആ റോഡിൽ തന്നെ നിലയുറപ്പിക്കുന്നു. 10 മിനിറ്റ് നേരത്തിന് ശേഷമാണ് ഈ കാട്ടാന പിന്നീട് ഈ റോഡിൽ നിന്ന് മാറുന്നത്. അതിനുശേഷമാണ് ഇവർക്ക് യാത്ര ചെയ്യാനായത്. അതായത് ഇപ്പോൾ ഈ മലക്കപ്പാറയും ഈ അതിരപ്പള്ളിയും എല്ലാം സംബന്ധിച്ച് ഈ പ്രധാന പാതയിലൂടെ ഒരു തിരക്കേറിയ സമയമാണ്. ഈ പകൽ സമയത്തെങ്കിലും ഈ വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയാൽ ഈ മേഖലയിൽ ഇത്തരത്തിൽ ഈ വന്യജീവികൾ ഇറങ്ങുന്ന സമയത്ത് ഈ വാഹനയാത്രികർക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പെട്രോളിംഗ് ഒന്നും തന്നെ ഉണ്ടാകാതെ പോയതാണ് ഈ കാട്ടാനക്കൂട്ടം ഈ വഴിയിൽ നിൽക്കുന്ന അറിയാതെ ഈ സംഘം ഈ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ആടുജീവിതത്തിന്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്ന് പരാതി. സംവിധായകൻ ബ്ലസ്സി എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകി. അശ്വിൻ പാലാഴി, കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ തന്നെ ഓൺലൈൻ സൈറ്റുകളിലും ഒപ്പം ചില IPTV-കളിലും അടക്കം ആടുജീവിതത്തിന്റെ പതിപ്പുകൾ, വ്യാജ പതിപ്പുകൾ ലഭ്യമായി തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ബ്ലസ്സി ഇത് സംബന്ധിച്ച ഒരു പരാതി എറണാകുളം സൈബർ സെല്ലിൽ നൽകിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നവരുടേതെന്ന് സംശയിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും അവരുടെ ഫോൺ രേഖകളും അടക്കം സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. തിയേറ്ററിൽ നിന്നും ക്യാമറ വഴി ചിത്രം പകർത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു ഓൺലൈൻ സൈറ്റിന്റെ ലോഗോ അടക്കമുണ്ട്. അത് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിൽ തുടർ നടപടികൾ സൈബർ പോലീസ് എടുക്കുന്നുമുണ്ട്. ശരി, അശ്വിൻ പാലാഴി, കൊച്ചിയിൽ നിന്ന്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നാണ് മുസ്ലിം ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പൊതുതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം പ്രതിഫലിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അങ്ങനെ ഇന്ന് കേരളത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഉയർന്നുകേട്ട പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്ന് നോക്കാം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇന്ന് എന്തൊക്കെ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ, എന്തൊക്കെ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത്? ഷഫീദ്. ഉന്മേഷ, പ്രധാനമായും പൗരത്വ നിയമം, അതേപോലെ തന്നെ ഈ ഇതുമായി ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നുണ്ട്. മാത്രവുമല്ല, അതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള വിമർശനം എന്നതിനപ്പുറത്തേക്ക് മുന്നണികൾ തമ്മിൽ നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം, ED അന്വേഷണവും അത് കാര്യമായി ചർച്ചയാകുന്നുണ്ട്. കേരളത്തിൽ ആര് ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകില്ലെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇന്ന് നമ്മൾ കണ്ടു. മാത്രവുമല്ല, ഈ CAA-യിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരികയെന്നും കേരളത്തിൽ UDF-ഓ LDF-ഓ ഭരിച്ചാലും പൗരത്വ ഭേദഗതി നടപ്പാക്കില്ലെന്നും ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മാസപ്പടി വിവാദത്തിലെ ED അന്വേഷണവും പ്രചാരണ രംഗത്തെ സജീവ ചർച്ചയാണ്. പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ മാത്രമല്ല KC വേണുഗോപാലിന്റെ വീട്ടിലും ED എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചു. മാത്രമല്ല, ഈ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂട്ടുകച്ചവടമെന്നും ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഇന്ന് ഉയർന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്താറില്ല എന്ന K സുരേന്ദ്രന്റെ പരിഹാസത്തിന് T സിദ്ദീഖ് MLA മറുപടിയുമായി ഇന്ന് രംഗത്തെത്തി. മാത്രമല്ല, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിനെ BJP ഇന്ന് എതിർത്തു. അതിന് K സുരേന്ദ്രൻ മാപ്പ് ചോദിക്കണമെന്നും T സിദ്ദീഖ് പറഞ്ഞു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്ത ഉൾപ്പെടെയുള്ള മറ്റു പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് CAA അടക്കമുള്ള വിഷയങ്ങൾ ഇന്നും ചർച്ചയാകുന്നു. കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാകില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അങ്ങനെ CAA തന്നെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നും കണ്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. മലപ്പുറം സ്വദേശി MV ഷർഫുദ്ദീനാണ് ഇക്കാര്യത്തിൽ പിടിയിലായത് എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി